എനിക്ക് ഇവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല. ഓരോ വാക്കുകൾ കൊണ്ട് നമ്മളെ നോവിക്കുക. സ്നേഹം കൊണ്ടല്ല നമ്മൾ ഇങ്ങോട്ട് ക്ഷണിച്ചത്. അച്ഛനും അമ്മയും തെറ്റിദ്ധരിക്കാതിരിക്കാനാ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. നമ്മളിവിടെ വന്നത് തന്നെ അച്ഛനെ അമ്മയെ ഓർത്തിട്ടല്ലേ? അതുകൊണ്ട് അല്പം ക്ഷമയോടുകൂടി ഇരിക്കുക. ഏട്ടൻ എത്രയും ക്ഷമിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല. ഒരു കാലത്ത് ഈ വീടിനും സ്വത്തിനും ഏട്ടൻ മഹാരാജാവായിരുന്നു. ഇപ്പൊ ഒരു അനാഥനെ പോലെ ഇവിടെ ഇങ്ങനെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം ഉപേക്ഷിച്ച് തന്നെയല്ലേ നമ്മൾ പോയത്? ഇപ്പൊ ശരിക്കും നമ്മള് അനാഥരാണ് വസുന്ധര. അപ്പൊ ഒതുങ്ങി നിൽക്കുന്നതിൽ എന്താണ് തെറ്റ്? അങ്ങനെ ഇരിക്കേണ്ട ആവശ്യം എന്താ? പുറത്തുപോയി നമ്മുടെ നല്ലൊരു ജീവിതം നമ്മൾ ജീവിക്കുകയല്ലേ. ആരെയും നമ്മൾ ഒന്നിനും ബുദ്ധിമുട്ടിക്കുന്നുമില്ല. പിന്നെ നമ്മൾ ആർക്ക് വേണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? അമ്മയ്ക്കും അച്ഛനും വേണ്ടി നമ്മൾ നിൽക്കണം. അച്ഛനും അമ്മയ്ക്കും നമ്മളെ ഒരുപാട് ഇഷ്ടം. നമ്മൾ അച്ഛനെയും അമ്മയെയും കണ്ടു, അച്ഛനും അമ്മയും നമ്മളെയും കണ്ടു. ഇനി നമുക്ക് പോവാം. പാവം, നമ്മൾ കാരണം രവിയും പത്മയും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. വസുന്ധര, അറ്റ്ലീസ്റ്റ് കഴിച്ചിട്ട് പോവാം. ഇനിയും അപമാനിക്കപ്പെടണമെന്നാണ് ഏട്ടന്റെ ആഗ്രഹം. ഇതൊക്കെ എങ്ങനെ ക്ഷമിക്കാൻ പറ്റുന്നു? എങ്ങനെ സഹിക്കാൻ പറ്റുന്നു? നമ്മുടെ പരമശിവൻ തൊണ്ടയില് വിഷം വെച്ചിരുന്ന പോലെ ഇത് ഏട്ടൻ ആവശ്യമുണ്ടോ? വസു, അഭി, നിങ്ങൾ ഇവിടെ എന്തെടുക്കുക? അത് പിന്നെ ഏടത്തി, അച്ഛന്റെ അമ്മയുടെ അടുത്ത് വന്ന് നിൽക്ക്. എന്തിനാ നിങ്ങളിങ്ങനെ മാറി നിൽക്കുന്നേ? വന്നേ. അത് സാരമില്ല ഏടത്തി, ഇവിടെ കുഴപ്പമൊന്നുമില്ല. എന്ത് കുഴപ്പമില്ലെന്ന്? ഏതോ അന്യന്മാരെ പോലെ എന്തിനാ ഇങ്ങനെ മാറി നിൽക്കുന്നേ? നിങ്ങൾ പുറത്തുള്ള ആൾക്കാരൊന്നുമല്ല, ഈ വീട്ടിലെ അംഗങ്ങളാ. വന്നേ. വേണ്ട ചേച്ചി, ഞങ്ങൾ ഇറങ്ങുക. ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയാം വസു. പക്ഷേ അത് തടയാൻ പറ്റില്ല. അച്ഛനും അമ്മയ്ക്കും വേണ്ടി നിങ്ങൾ ഇവിടെ ഉണ്ടാവണം. നിങ്ങൾ പോയാൽ ഈ ഫംഗ്ഷൻ ഇവിടെ നിന്ന് പോവും. അച്ഛനെ പറ്റി നിങ്ങൾക്കറിയാവുന്നതല്ലേ? വരൂ, ഫോട്ടോ എടുക്കാം. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണ്ടേ? അതിനുശേഷം ഭക്ഷണവും കഴിക്കണം. ഏട്ടത്തി ചെന്നോളൂ, ഞങ്ങൾ വന്നോളാം. ഞാൻ പോയിട്ട് എന്തിനാ നിങ്ങൾ വരുന്നത്? എന്റെ കൂടെ തന്നെ വാ. ഞങ്ങൾ വരാം. വരുന്ന ഏട്ടാ, നിങ്ങൾ വന്നേക്കണേ. പിന്നെ ഞാൻ അറിഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് കിട്ടിയ മുഴുവൻ സ്വത്തും നിങ്ങളുടെ അച്ഛൻ്റെ വളർത്തുമകൻ അഭിറാമിനുള്ളതാണോ? അല്ല, അങ്ങനെ ആരോ സംസാരിക്കുന്നത് കേട്ടതാ. ആരാ സർ പറഞ്ഞത്? അല്ല, ആര് പറഞ്ഞാലെന്താ? അദ്ദേഹത്തെ കണ്ടിട്ട് എല്ലാവരും നല്ല ബഹുമാനം നൽകുന്നുണ്ടല്ലോ. മുഴുവൻ സ്വത്തും നിങ്ങൾക്ക് നൽകിയിട്ട് അവരെ പാപ്പരാക്കിയെന്നും ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടു. ആളുകളുടെ വായടയ്ക്കാൻ പറ്റില്ലല്ലോ. സിമ്പതിക്ക് വേണ്ടി അവൻ തന്നെ എല്ലാവരോടും പറഞ്ഞതായിരിക്കും അമ്മല്ലേ സർ? അതെ, ഇതെല്ലാം അയാളുടെ പണിയും അവളുടെ പണിയും ആയിരിക്കും. അത് വളരെ മോശമായി പോയി. പിന്നെ എന്തിനാ അവരെ ഈ ഫംഗ്ഷൻ വിളിച്ചത്? ക്ഷണിച്ചത് തന്നെ വലിയ തെറ്റായി പോയി. നിങ്ങളുടെ മുഴുവൻ ഇമേജും അവർ നശിപ്പിച്ചു കളഞ്ഞില്ലേ? അവൻ വന്നേ പറ്റുള്ളൂന്ന് അഖിലിന്റെ അച്ഛൻ വാശി പിടിച്ചു എംഎൽഎ സാർ. ഇത്രയും വലിയ ആളുകൾക്കിടയിൽ ഒരു നോക്കൂത്തിയെ പോലെ അയാളിരിക്കുന്നത്. ചേച്ചേ, ആദ്യം അവരെ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്ക്. അവരിവിടെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാല്യൂ ഉണ്ടാവില്ല. നിങ്ങളെക്കുറിച്ച് എല്ലാവരും വളരെ മോശമായിട്ടേ കരുതുകയുള്ളൂ. ബിസിനസ്സിൽ വളർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും നല്ലതിനല്ല. എനിക്ക് മനസ്സിലാവുന്നുണ്ട് സാർ. ഉടനെ അവരിവിടെ നിന്ന് പറഞ്ഞയക്കാം. ഇനിമേൽ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നും പറയും. ശരി അഖിൽ, ഞാനും നിന്റെ കൂടെ വരാം. മമ്മിയും കൂടി വാ. അവരെ ഇപ്പോ തന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. വാ, പോവാം. വാ. ഇത്രയും വേഗം ഈ കാര്യം ഭാസ്കറിന്റെ അടുത്ത് പറയണം. എന്താടോ പിയെ? സാർ, ഈ ചേട്ടാനിയന്മാര് മണ്ടന്മാരാണെന്ന് എനിക്കറിയാം. പക്ഷെ ഇത്രയും വലിയ മണ്ടന്മാരാണെന്ന് അറിയില്ലായിരുന്നു. പക്ഷേ അഭിറാം വലിയ ഡേഞ്ചർ ആണെന്ന് കേട്ടിട്ടുണ്ട് സാർ. അതുകൊണ്ടാ ഇവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുത്ത് അവരെ വീണ്ടും വീട്ടിൽ നിന്ന് പുറത്താക്കാൻ ഞാൻ പറഞ്ഞത്.
MLA-ക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തടാ. ശേ, അങ്ങോട്ട് മാറി നിൽക്കും. അകത്തേക്ക് പോകാം സാർ. ഏട്ടനും എടുത്തേയും പ്രത്യേകമായിട്ട് എടുത്താൽ മതി. ഞാനിപ്പോ എന്റെ ഫാമിലിയായിട്ട് എടുക്കട്ടെ. എടാ ഭാസ്കർ മോനെ, അഭിയെ എവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് അഖില് പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. പാവാടാ, നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യ്. ഇവിടെ എനിക്ക് തന്നെ ഒരു സ്ഥാനമില്ല, പിന്നെങ്ങനെ ഞാൻ അവിക്ക് വേണ്ടി സംസാരിക്കുന്നേ? ഇവിടുത്തെ മൂത്ത മകനാ നീ ഇങ്ങനെ പറഞ്ഞോണ്ട് നിന്ന എങ്ങനാ? ഞാനല്ലേ ഇളമേ, അഖിലാണ് ഇപ്പൊ ഈ വീട്ടിലെ മൂത്ത സന്തതി. നീ എവിടെയായിരുന്നു? അച്ഛാ അത് ശരി ശരി, വാ നമുക്ക് എല്ലാവർക്കും കൂടെ ഫോട്ടോ എടുക്കാം. മക്കളെ ഒരു പോവാം. എവിടെ പോവാ അഭി? നീ ഇവിടെ നിൽക്ക്, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അത് പിന്നെ അച്ഛാ അത് നിക്കബി, അച്ഛനല്ലേ പറയുന്നത്. വസു ഇവിടെ നിക്ക് മോളെ. ഏട്ടനും എടുത്തേയും എന്റെ കൂടെ ഇങ്ങോട്ടൊന്ന് വന്നേ. എന്തിനാ അവരങ്ങോട്ട് വരുന്നത്? ബാക്കിയുള്ള ഗസ്റ്റിനും ഫോട്ടോ എടുക്കേണ്ടതല്ല അച്ഛാ. ഭക്ഷണം കഴിച്ചിട്ട് ഇവർക്ക് പോവാനുള്ളതല്ലേ. ഏട്ടൻ വന്നേ, വാ എടുത്തി വന്നേ. എന്താ നിങ്ങളുടെ സ്വത്ത് ഞങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തായെന്ന് പറഞ്ഞു നടക്കാം? അയ്യോ, ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറയാതെ എല്ലാവരും എങ്ങനെ അറിഞ്ഞേ? നിങ്ങൾ ഫംഗ്ഷന് വന്നതാണോ അതോ ഞങ്ങൾ നാണം കെടുത്താൻ വന്നതാണോ? ഏട്ടൻ ആരോടും പറഞ്ഞില്ലെന്നല്ലേ പറഞ്ഞത്. പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പറയുന്നവരാരും സ്വത്ത് തരില്ല, തന്നതിന് ശേഷം പറയുകയുമില്ല. പക്ഷേ ഞങ്ങളുടെ അഭിമാനം നഷ്ടപ്പെട്ടല്ലോ. എല്ലാവരുടെ മുമ്പിലും എന്റെ മരുമകന് തലകുനിക്കേണ്ടി വന്നു. നിങ്ങളെ ഞാൻ എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ക്ഷണിച്ചത്. വന്നെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എത്രയും വേഗം ഇവിടുന്ന് പോകാൻ നോക്കണം. അതല്ലാതെ ഞങ്ങളെ അപമാനിക്കാൻ നോക്കല്ലേ. അങ്ങോട്ട് നോക്കടാ. അതുകൊണ്ടാണ് അഖിൽ ആരെയൊക്കെ എവിടെ നിർത്തണോ അവിടെ നിർത്തണോന്ന് പറയുന്നത്. എന്നുവെച്ചാ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഗതികിട്ടവരായിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നെന്നാണോ പറയുന്നത്? എന്തിനു വന്നാൽ എന്താ, വന്ന കാര്യം കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ നിന്ന് പോവാൻ നോക്ക്. പാവോന്ന് വിചാരിച്ച് ക്ഷണിച്ചപ്പോ നാട്ടുകാരെ മുഴുവനും അറിയിച്ചിട്ട് വന്നിരിക്കുന്നു. വേഗം പോ. അച്ഛനും അമ്മയും കഴിച്ചിട്ട് പോകാനാ പറഞ്ഞേ. ഞങ്ങൾ എന്തായാലും വന്നില്ലേ, രണ്ടു പിടിയെങ്കിലും കഴിച്ചിട്ട് പോയിക്കോളാം. എന്താ നിങ്ങളുടെ വീട്ടില് ഭക്ഷണമൊന്നും ഇല്ലേ അനിയ? കഴിക്കാനാണോ ഇങ്ങോട്ട് വന്നത്? അടുത്ത വീട്ടുകാരെയൊക്കെ കൂട്ടിക്കൊണ്ടു വന്നപ്പോഴേ എനിക്ക് തോന്നിയതാണ്. എടാ ചെല്ലടാ, ചെല്ല്. ഇവിടെ അന്നദാനം ഒന്നും നടക്കുന്നില്ല. എന്തൊക്കെയാ ഈ പറയുന്നേ? ഇതിനാണോ അവരെ വിളിച്ചു വരുത്തിയത്? എന്തിനാ ദേഷ്യപ്പെടുന്നത് ഭാസ്കർ? ഫംഗ്ഷൻ ഇത്രയും വലിയ ആളുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് നിനക്കറിയില്ലേ? അങ്ങനെയുള്ളവരുടെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ളവരെ ഇരുത്തി ഭക്ഷണം കൊടുക്കാൻ പറ്റുമോ? അതിനേക്കാളും അപമാനം വേറെ ഒന്നുമില്ല. ഇത്രയൊക്കെ നാണം കെട്ടിട്ടും ഇനി ആഹാരം കൂടി കഴിച്ചിട്ട് ഇവിടുന്ന് പോണെന്നാണോ? ചോദിച്ചു കഴിക്കുന്നവരെ പോലും ഇത്രയ്ക്ക് അപമാനിക്കില്ല. വിശപ്പുകൊണ്ട് കഴിക്കാൻ വന്നതല്ല ഞങ്ങളെ കഴിക്കാതെ പോയാൽ അത് അച്ഛനും അമ്മയ്ക്ക് ഒരുപാട് വിഷമമാവും. ഇന്ന് സന്തോഷത്തോടെ ഇരിക്കുന്ന അവരെ ഞങ്ങളെ വിഷമിപ്പിച്ചതുപോലെ ആയിപ്പോ.
വസുവും രവിയും പത്മയും കുട്ടികളും ഒക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയാൽ മതി അബി. നിങ്ങൾ കഴിക്കാതെ പോയാൽ ശരിക്കും അച്ഛനും അമ്മയ്ക്കും അത് വിഷമാവും. അവർക്ക് വിഷമാവെന്ന് പറഞ്ഞ് നിങ്ങളുടെ അഭിമാനം നിങ്ങൾ ഇല്ലാതാക്കോ ഭാസ്കർ? ഈ ഫംഗ്ഷൻ എന്തിനാ നടത്തുന്നതെന്ന് മറന്നുപോയോ? ഇവളൊരു മനുഷ്യത്തെയല്ല, രാക്ഷസിയ. അഭിയെ പോലുള്ള പാവങ്ങളെ വെറുതെ കഷ്ടപ്പെടുത്തുക. ഞങ്ങളെ കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ഒരു ശല്യം ഉണ്ടാവില്ല. VIP-യുടെ കൂടെയല്ല, വീടിന്റെ പുറകിൽ ജോലിക്കാരോടൊപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ചോളാം. നിങ്ങൾ എന്തിനാ അവിടെ ഇരുന്ന് കഴിക്കുന്ന അബി? അവരവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് നല്ലത് ഭാസ്കർ. അതെ, വേഗം ഭക്ഷണം കൊടുത്ത് പറഞ്ഞേക്ക്. ഇവര് ഒരുപാട് നേരം ഇവിടെ നിന്നാ തലവേദനയാകും. നീ നിന്റെ അമ്മയെ തോൽപ്പിക്കല്ലോടി. നീ ഒരിക്കലും നന്നാവില്ല. വസുന്ധര, പത്മ, രവി, മക്കളെയും കൂട്ടി വന്നോളൂ. ഇവിടുന്ന് ആഹാരം കഴിക്കുന്നതിനേക്കാൾ വിഷം കഴിക്കുന്നതാവും ഏറ്റവും നല്ലത്. വസുന്ധര, പ്ലീസ്. വാ പോവാം. നിങ്ങളുടെ ചെറിയ വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തെക്കാളും ഈ വീട്ടിലെ ഫുഡ് അടിപൊളിയാ. കുറച്ച് നാളായിട്ട് നിങ്ങൾ ഇതുപോലെയുള്ള ആഹാരം കാണാതെ വിഷമിച്ചിട്ടുണ്ടാകും. വയറു നിറച്ച് കഴിച്ചോ. ഇനി ഇതുപോലെ എന്ന് കിട്ടുമെന്ന് അറിയില്ല. രവി, പത്മ, വാ ഭക്ഷണം കഴിച്ചിട്ട് പോവാം. മക്കളെ ചെല്ലേ. നിൽക്ക്. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് സെന്റ് ഓഫിനൊന്നും നിൽക്കാതെ വേഗം ഇവിടെ നിന്ന് ഇറങ്ങി പൊയ്ക്കോണം നിങ്ങള്. വീണ്ടും എല്ലാവരുടെയും മുമ്പിൽ വന്ന് സ്വന്തം പൊങ്ങച്ചം പറയരുത്. ശരി, കഴിച്ചിട്ട് ഉടനെ പൊയ്ക്കോളാം. വസുന്ധര, I'm sorry അബി. I'm really sorry. ഒരു മഹാരാജാവായ എന്റെ മരുമകന് ഇങ്ങനൊരവസ്ഥ ഉണ്ടായല്ലോ. ഈശ്വര, ഈ പാവത്തിൽ എനിക്കും ഒരു പങ്കുണ്ടല്ലോ. അബിയും വസുവൊക്കെ ഇതെവിടെ പോയി? വന്നെങ്കിൽ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എത്രയും വേഗം ഇവിടുന്ന് പോവാൻ നോക്കണം. നാട് മുഴുവനും അറിയിച്ചിട്ട് വന്നിരിക്കുക. പോവാൻ നോക്ക്. ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, 2 പിടിയെങ്കിലും കഴിച്ചിട്ട് പൊയ്ക്കോളാം. കഴിക്കാൻ വേണ്ടിയാണോ വന്നത്? ഏട്ടാ, അബിയെ വസുവിനെ കണ്ടായിരുന്നോ? ഏട്ടനോടാ ചോദിച്ചത്. അബിയും വസുവിനെ കുട്ടികളെ കണ്ടോന്ന്. എന്തു പറ്റിയേട്ടാ? എന്താ കണ്ണ് നിറഞ്ഞിരിക്കുന്നെ? എന്നെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല ഭാവനെ. ഒരല്പം പോലും സഹിക്കാൻ കഴിയുന്നില്ല. അഖിൽ എന്തെങ്കിലും ഏട്ടനെ പറഞ്ഞു? പറയാൻ പാടില്ലാത്തതൊക്കെ അവൻ അബിയോട് പറഞ്ഞു. പാവോ അബി, നാണം കെട്ടിട്ട് പോലും 2 പിടി ചോറ് കഴിച്ചിട്ട് പോന്നവൻ പറഞ്ഞു. ഈ വീട് അബിയുടേത്,
ഈ സ്വത്തുക്കളെല്ലാം അബിയുടേത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഉടുത്തിരിക്കുന്ന വസ്ത്രങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ എല്ലാം അബി തന്നതാണ്. എന്തിനെന്റെ ജീവിതം പോലും അബിയുടെ ഭിക്ഷയാണ് ഭാവന. അങ്ങനെയുള്ള അബി 2 പിടി ചോറ് കഴിച്ചിട്ട് പോവാന്ന് ഭിക്ഷ ചോദിക്കുന്ന പോലെ ചോദിച്ചപ്പോ ഒരുപാട് വിഷമം തോന്നി ഭാവന. എനിക്ക് ഒരുപാട് സന്തോഷമായി ഏട്ടാ. നീ എന്താ ഈ പറയുന്ന ഭാവനെ? അങ്ങനെയുള്ള നമ്മുടെ അബിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിൽ നിനക്ക് സന്തോഷമാണെന്നോ? അബി ഓർത്ത് ഏട്ടന്റെ കണ്ണിൽ കണ്ണുനീര് വന്നില്ലേ? അതുകൊണ്ടാ എനിക്ക് സന്തോഷം തോന്നിയത്. ഏട്ടന്റെ അനിയന് വേണ്ടി ഏട്ടൻ കരഞ്ഞപ്പോ ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് ഏട്ടൻ വിജയിച്ചിരിക്കുക. അല്ലല്ല, ഏട്ടനെ പോലുള്ള ആൾക്കാരെ മാറ്റിയ അബി ഏട്ട ജയിച്ചത്. ഇത്രയും കാലം സ്വാർത്ഥത ഏട്ടന്റെ കണ്ണു മൂടിയിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത്. അഹങ്കാരം ഏട്ടന്റെ ചെവിയെ കേൾക്കാൻ പറ്റാതാക്കിയെന്ന് ഞാൻ കരുതിയത്. ഏട്ടന്റെ മനുഷ്യത്വം എല്ലാം നഷ്ടപ്പെട്ട് ഏട്ടന്റെ മനസ്സൊരു കല്ലായി പോയി എന്നാ ഞാൻ കരുതിയിരുന്നത്. സത്യത്തിൽ ഏട്ടന്റെ അനിയൻ ദൈവോടേട്ട. കല്ലായിരുന്ന ഏട്ടനെ ഒരു മനുഷ്യനായിട്ട് മാറ്റിയിരിക്കുന്നു. ഏട്ടനിൽ നിന്ന് ഈ ഒരു മാറ്റമാണ് ഞാൻ ഇത്രയും നാളും പ്രതീക്ഷിച്ചത്. ഏട്ടനെ ഇങ്ങനെയാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചത്. എന്റെ അനിയൻ അത് സാധിച്ചു തന്നു. അവൻ സമ്പാദിച്ച മുഴുവൻ സ്വത്ത് നിങ്ങൾക്ക് തന്നിട്ട് അവൻ പാവപ്പെട്ടവനായെങ്കിലും നിങ്ങളുടെ മനസ്സിനെ ജയിച്ചവൻ വലിയ ആളായി. വളരെ വളരെ സന്തോഷമായി എനിക്ക്. ഏട്ടൻ ഇനി ഒരു കാര്യം കൂടി ചെയ്യണം. അബി ഏട്ടനെ ജയിച്ചതുപോലെ ഏട്ടൻ അഖിലിനെ ജയിക്കണം. അബിക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയ ഏട്ടന്റെ കണ്ണിൽ അഖിലിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കണം. അബിയെയും വസുവിനെയും ഓരോ വാക്കുകൊണ്ടും വേദനിപ്പിച്ച അഖിലിനെയും കാർത്തികയും അവളുടെ അമ്മയും കൂടി ഏട്ടൻ ശിക്ഷിക്കണം. ഈ വീട്ടിലെ മൂത്ത മകനായ ഏട്ടന്റെ കടമയാണത്. അബിക്ക് വേണ്ടി കണ്ണീരൊഴുക്കുക മാത്രമല്ല ഏട്ടാ, അഖിലിനോട് ഏട്ടനുള്ള ദേഷ്യവും വെറുപ്പും ഏട്ടൻ കാണിക്കണം. ഏട്ടൻ മാറിയതുപോലെ അഖിലിനെ ഏട്ടൻ മാറ്റിയെടുക്കണം. അതിന് ഏട്ടനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഇനി എപ്പോഴും ഇങ്ങനെ വിഷമിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ശ്രമിച്ചു നോക്കാം ഭാവനെ. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ശ്രമിച്ചു നോക്കാം. പാവ അബിയും ബസ്സും കുട്ടികളും ഭക്ഷണം കഴിച്ചോന്ന് തന്നെ അറിയില്ല. അവരെ നോക്കേണ്ടത് എന്റെ കടമയാണ് ഏട്ടാ. ആദ്യം ഏട്ടൻ പോയി മുഖം ഒന്ന് കഴുകു. ആരെങ്കിലും ഈ അവസ്ഥയിൽ കണ്ട മോശ. ഐ എം സോറി ഭാവനെ. എന്തിനാ ഏട്ടാ? അറിയില്ല, പക്ഷെ പറയണമെന്ന് തോന്നി. അഖിൽ, അഭി മക്കളും ഒക്കെ എവിടെ? അച്ഛൻ വന്നേ, MLA സാറിന്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കേ. അബിയും ബസ്സും കുട്ടികളും ഒക്കെ എവിടെ കാർത്തികേ? ഇപ്പൊ അവരുടെ കാര്യം എന്തിനാ പറയുന്ന അമ്മേ? നിങ്ങൾ ഇരിക്കെ, ഭക്ഷണം കൊണ്ടുവരാൻ പറയാം. നിങ്ങൾ കഴിച്ചോ, ഞങ്ങൾ അഭിയോടൊപ്പം ഇരുന്ന് കഴിച്ചോളാം. സോറി MLA സാർ, അവര് സാറിനോടൊപ്പം ഇരുന്ന് കഴിക്കാത്തതിന് തെറ്റിദ്ധരിക്കരുത്. ഏയ്, അത് സാരമില്ല. പ്രതിപക്ഷത്തുള്ള ആൾക്കാർ പോലും ഞങ്ങളോടൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കില്ല. അതിൽ ഞങ്ങൾ ഫീൽ ആകാറില്ലല്ലോ.